നമസ്കാരം. വിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. കുട്ടനാട്ടിൽ സ്ത്രീയെ കെട്ടിയിട്ട വീട്ടിൽ നിന്നും സ്വർണവും പണവും കവർന്നു. രാമഗിരി പഞ്ചായത്ത് 5-ാം വാർഡ് മാമ്പുഴക്കരി വേലിക്കൽച്ചിറ വീട്ടിൽ കെ കൃഷ്ണമ്മയാണ് കവർച്ചയ്ക്കിരയായത്. 3.5 പവൻ സ്വർണവും 36,000 രൂപയും ഓട്ടുപാത്രങ്ങളും നഷ്ടമായി. ഒരാഴ്ചയായി കൃഷ്ണമ്മയ്ക്കൊപ്പം താമസിച്ചു വന്ന നെയ്യാറ്റിൻകര സ്വദേശിയായ യുവതിയെ കവർച്ചയ്ക്ക് പിന്നാലെ കാണാതെയായി. യുവതിയുടെ സുഹൃത്ത് തിരുവനന്തപുരം ബാലരാമപുരം ചാലിയോട് ചാനൽക്കര വീട്ടിൽ രാജേഷ് മണികണ്ഠനെ ബുധനാഴ്ച രാത്രി തിരുവനന്തപുരത്ത് പോലീസ് പിടികൂടി. ഇയാളാണ് കവർച്ചയ്ക്ക് നേതൃത്വം നൽകിയതെന്ന് പോലീസ് പറഞ്ഞു. ബുധനാഴ്ച പുലർച്ചെ 2:30-ഓടെ വീടിന്റെ അടുക്കളവാതിൽ തകർത്ത 4-അംഗ സംഘം വീട്ടിനുള്ളിൽ കയറി അക്രമം നടത്തിയെന്നാണ് കൃഷ്ണമ്മയുടെ മൊഴി. അക്രമികളുടെ അടിയേറ്റ് ബോധം പോയ കൃഷ്ണമ്മയെ കെട്ടിയിട്ട ശേഷമായിരുന്നു കവർച്ച. എന്തോരം സ്വർണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്? എന്തോരം അവർ കവർച്ചെടുത്തോണ്ട് പോയിട്ടുണ്ട്? 2 വളയും കമ്മൽ, കുഞ്ഞു കമ്മല, 2 ഗ്രാം തകയല, ഒരു മാല, മൊത്തം പിന്നെ പാത്രങ്ങൾ, ഉരുളി, വിളക്ക്, കൊട, പൗഡർ, സോപ്പ്, ഇതൊക്കെ എടുത്തുണ്ട് വലിച്ചു വാരിയിട്ട്. ആ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീയെ ഞാൻ പിന്നെ കണ്ടിട്ടില്ല. ഉറങ്ങാൻ നേരം ഞാൻ കണ്ടതാ. ഞാൻ പറഞ്ഞു ശരി ഞാൻ കിടക്കുക എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ കയറി കിടന്നു. അന്നേരം കണ്ടതാ, പിന്നെ കണ്ടിട്ടില്ല. അവർക്ക് എന്ത് സംഭവിച്ചു അതൊന്നും എനിക്കറിയത്തില്ല. കൃഷ്ണമ്മ ധരിച്ചിരുന്ന മാല, 2 വള, കമ്മൽ എന്നിവ ഊരിയെടുത്ത സംഘം വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 36,000 രൂപയും ATM കാർഡും ഓട്ടുപാത്രങ്ങളും മൊബൈൽ ഫോണും കുടയും സോപ്പും പൗഡറും വരെ കൊണ്ടുപോയി. അക്രമികൾ പോയ ശേഷം കൃഷ്ണമ്മ കെട്ടഴിച്ച് ബന്ധുവീട്ടിലെത്തി വിവരം പറഞ്ഞതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. മകൻ കോഴിക്കോട്ടെ ജോലിസ്ഥലത്തായതിനാൽ വീട്ടിൽ കൃഷ്ണമ്മ തനിച്ചാണ് താമസം. ഹോം നഴ്സായി ജോലി ചെയ്യുന്ന കൃഷ്ണമ്മ ജോലിക്കിടെയാണ് തിരുവനന്തപുരം സ്വദേശിയായ യുവതിയെ പരിചയപ്പെട്ടത്. ഇടയ്ക്കിടെ ഇവർ കൃഷ്ണമ്മയുടെ വീട്ടിൽ താമസിക്കാൻ എത്തുമായിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ച എത്തിയ ഇവർ കവർച്ച നടക്കുന്ന സമയം വീട്ടിലുണ്ടായിരുന്നു. കവർച്ചയ്ക്ക് പിന്നാലെ ഇവരെ കാണാതെയായി. യുവതിയെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ തിരുവനന്തപുരത്ത് വെച്ച് പോലീസ് പിടികൂടിയത്.